നമുക്ക് എല്ലാവർക്കും ചില സാധനങ്ങളൊക്കെ വാങ്ങുമ്പോൾ കിട്ടുന്ന ബോക്സസിന് എന്തെങ്കിലുമൊക്കെ പ്രത്യേകത തോന്നാറില്ല. ചിലപ്പോൾ നമുക്ക് അടുത്ത് കളയാൻ തോന്നാറുമില്ല അല്ലെ. ഇന്ന് അങ്ങനെ വരുന്ന ചില ബോക്സുകൾ ഏറ്റവും എളുപ്പത്തിൽ ഒരു ഡെക്കറേറ്റീവ് പീസായിട്ട് എങ്ങനെ മാറ്റാം എന്നാണ് കാണാൻ പോകുന്നത്. ഇത് ആക്ച്വലി ഒരു സ്പീക്കർ വാങ്ങിയപ്പോൾ കിട്ടിയ ഒരു ബോക്സ് ആണ്. ഇത് നല്ല റൗണ്ടും അതിന്റെ ആ വലുപ്പമൊക്കെ കണ്ടപ്പോൾ എനിക്ക് കളയാൻ തോന്നിയില്ല. അപ്പൊ ഞാൻ ചെയ്തത് ജസ്റ്റ് ക്രോഷ്യ അല്ലെങ്കിൽ നിറ്റിംഗ് ഒക്കെ ചെയ്യാനായിട്ട് വാങ്ങി വെച്ചിരുന്ന കുറച്ച് യാൺ ഇരിപ്പുണ്ടായിരുന്നു. ആ യാണ് ഇതിൽ ജസ്റ്റ് റൗണ്ട് ആൻഡ് റൗണ്ട് ചുറ്റിയെടുത്തു. പിന്നെ ഉള്ള എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ വെച്ച് ഡെക്കറേറ്റ് ചെയ്തു. കുറച്ച് ഫ്ലവേഴ്സോ അല്ലെങ്കിൽ സ്റ്റിക്സോ എന്താന്ന് വെച്ചാൽ എടുത്ത് വെക്കുക. അതുപോലെ അതിന് മുകളിൽ എന്തെങ്കിലുമൊക്കെ ഇട്ട് ഡെക്കറേറ്റ് ചെയ്തു. അത് ഞാൻ എങ്ങനെയാണ് എത്രയും പെട്ടെന്ന് ചെയ്തതെന്ന് കാണിക്കാം. ഇത് ആക്ച്വലി ബോട്ടിൽ ആർട്ടിനൊക്കെ എല്ലാവരും ചെയ്യുന്നതാണ്. ഈ കേസിൽ ഞാൻ ജസ്റ്റ് നമുക്ക് വന്ന ഒരു ബോക്സിൽ ചെയ്തു എന്ന് മാത്രം. ഈ കേസിൽ ഞാൻ യൂസ് ചെയ്തേക്കുന്ന യാൺ ഒരു മൾട്ടി കളർ യാൺ ആണ്. അതുകൊണ്ടാണ് ഈ ഒരു പാറ്റേൺ കിട്ടിയേക്കുന്നത്. അതേസമയം നമുക്ക് കിട്ടിയേക്കുന്നത് സിംഗിൾ കളർ യാൺ ആണ്. നമുക്ക് എന്തെങ്കിലുമൊക്കെ പാറ്റേൺ വേണമെങ്കിൽ അതുമൊക്കെ വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. നമുക്ക് വേണ്ട കളേഴ്സിന്റെ കോമ്പിനേഷൻ നമ്മൾ ഒരുമിച്ച് പിടിച്ച് അത് റൗണ്ട് ആൻഡ് റൗണ്ട് ചുറ്റിയാൽ മതി. ഇത് അതിനൊരു എക്സാമ്പിൾ ആണ്. ഇവിടെ ഞാൻ ഒരു മെറൂൺ കളറും ഒരു ഗ്രേയിഷ് കളറുമാണ് യൂസ് ചെയ്തേക്കുന്നത്. അതിന്റെ ഈ മെറൂണിന്റെ പാർട്ടിൽ മെറൂണും ബ്ലാക്കും രണ്ടും ഒരുമിച്ചാണ് ഞാൻ ചുറ്റിയേക്കുന്നത്. അത് കഴിഞ്ഞ് ബ്ലാക്ക് തന്നെ ചുറ്റി പിന്നെ മെറൂണും ബ്ലാക്കും ഒരുമിച്ച് ചുറ്റുകയാണ് ചെയ്തത്. അങ്ങനെ നമുക്ക് വേണ്ട ഏത് കോമ്പിനേഷൻ വേണമെങ്കിലും നമുക്ക് ഉണ്ടാക്കി എടുക്കാൻ പറ്റും. അപ്പൊ നമുക്ക് വെക്കാൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്തിന്റെ തീം അനുസരിച്ച് ഉള്ള യാൺ വാങ്ങുക. പിന്നെ നമുക്ക് എളുപ്പത്തിൽ ഏത് ഷേപ്പ് വേണമെങ്കിലും ഏത് സൈസിൽ വേണമെങ്കിലും നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള സാധനത്തിൽ ചുറ്റി ഉണ്ടാക്കി എടുക്കാൻ പറ്റും. അപ്പൊ എങ്ങനെ ട്രൈ ചെയ്ത് നോക്കുമല്ലേ?